ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ നിയോഗത്തിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഈ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നാം ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം നമ്മിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മിൽ ജഡസ്വഭാവത്തിന് ഉയരുവാനായി കഴിയുകയില്ല. ജഡസ്വഭാവം നമ്മിൽ ഉയരുന്നുണ്ടെങ്കിൽ നമ്മിൽ ദൈവം വസിക്കുന്നില്ല. നാം ആത്മസ്വഭാവമുള്ളവരല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവരാകുന്നു എന്നുള്ള ആ വലിയ ബോധ്യം നമ്മിൽ ഈ പകൽക്കാലം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആകയാൽ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഒരു പുനർപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ട പകൽക്കാലം കൂടിയാകുന്നു ഇത് എന്ന് ഈ ദൈവവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മസ്വഭാവമുള്ളവരാകുമ്പോൾ ക്രിസ്തുവിൽ ഭയത്തോടും ക്രിസ്തുവിൽ ദൈവകൃപയോടും ദൈവിക സാന്നിധ്യത്തിൽ അവർക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം അതിനായി കർത്താവേ, എനിക്ക് ഭാഗ്യം നൽകണമേ, എന്നെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.